ദൈമാന ദ്വീപുകൾ മുതൽ മസീറയുടെ തീരങ്ങൾ വരെ നീളുന്ന ഒമാന്റെ കടലോരം ആഗോള സമുദ്ര ജീവസംരക്ഷണ മേഖലയിൽ അതീവ പ്രാധാന്യമുള്ളവയാണ്. ഓരോ വർഷവും ആയിരക്കണക്കിന് മൈലുകൾ സഞ്ചരിച്ചാണ് കടലാമകൾ മുട്ടയിടാനായി ഒമാൻ തീരങ്ങളിലേക്ക് എത്താറുള്ളത്. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കടലാമകളുടെ വരവിലും കുഞ്ഞുങ്ങളുടെ എണ്ണത്തിലും വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ വർഷം തോറും 30,000-ഓളം ലോഗർ ഹെഡ് കടലാമകൾ എത്തുന്ന മസീറ ദ്വീപിൽ നിലവിൽ ഇവ കൂട്ടത്തോടെ തെക്കൻ തീരങ്ങളിലേക്ക് മാറുന്നതായി നിരീക്ഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ജനകീയ പങ്കാളിത്തവും ഒരുപോലെ ഉപയോഗപ്പെടുത്തുകയാണ് എൻവയോൺമെൻറ്റ് അതോറിറ്റി. ഉപഗ്രഹ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കടലാമകളുടെ സഞ്ചാരപഥങ്ങൾ നിരീക്ഷിക്കുന്നതിനൊപ്പം തീരങ്ങൾ പ്ലാസ്റ്റിക് വിമുക്തമാക്കുകയും ചെയ്യും. 2027 മസീറ ദ്വീപിൽ 2 കിലോമീറ്റർ നീളത്തിൽ പ്രകൃതിദത്ത മതിൽ നിർമ്മിക്കും. ഇത് ആമകളുടെ പ്രജനന കേന്ദ്രത്തിലേക്കുള്ള വാഹനങ്ങളുടെയും സന്ദർശകരുടെയും പ്രവേശനം നിയന്ത്രിക്കാൻ സഹായിക്കും. കൂടാതെ അല്ലൈജ മേഖലയിൽ കടലാമകൾ റോഡിലേക്ക് പ്രവേശിക്കുന്നത് തടയാനുള്ള നടപടികളും സ്വീകരിക്കും. മീഡിയ 1 മസ്കത്ത്.